அதிலும் உனது முகம் வந்து எனது கவனம் தடுமாறும். அதிலும் கூட சுகமாக ஓரமீதி காண்கிறேன். எதிரே வந்து நின்றாலே எனது நிலைமை என்னாகும்? விலகி நீயும் நடந்தாலே நான் உடைந்து போகிறேன். நீயே எனதுயிர் சட்டம், நீயே எதிர்வரும் திட்டம், நீயே நானாகிறேன்.
மறைந்தாய் உயிரோடு முன்பே கலந்தாய் இதழென்னும் மலர் கொண்டு கடிதங்கள் வரைந்தாய் பதில் நானும் தரும் முன்பே கனவாகி கலைந்தாய் பிடிவாதம் பிடி சினம் தீரும் அடி இழந்தோம் எழில் கோலம் இனிமேல் மழைக்காலம் மறுவார்த்தை பேசாதே மடி மீது நீ தூங்கிடு இமை போல நான் காக்க கனவாய் நீ மாறிடு Thank you.
അരികെയൊന്നു കണ്ടൊരു നേരം കനവിലാകെ മധുകണം വരി തിരഞ്ഞു വഴികളിലലയെ കരളിലാകെ ഒരു സുഖം പുതുമയായി നിറയും പൂങ്കാറ്റിൻ പരിമളം എരിയുമെൻ ഹൃദയം മഞ്ഞാകും അനുഭവം നേരം വന്നാലാരും വീഴും പ്രേമത്തിനാളം ആളും തോറും നമ്മെ മാറ്റും മോഹത്തിനാളം നാളും രാവും കാതിൽ വീഴും ഏതോ സംഗീതം പാവം നെഞ്ചിൻ താളം പാടി തെറ്റും സംഗീതം ഒരായിരം ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ അറിയിച്ചുകൊണ്ട് ഒട്ടനവധി വേദികളിൽ നമ്മൾ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും രസകരമായ രീതിയിൽ നിരവധി റിയാലിറ്റി ഷോകൾ ചെയ്ത അനുഗ്രഹീത കലാകാരി ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റാരുമില്ല, സുബി സുരേഷിനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹാദരം സ്വാഗതം ചെയ്യണം. പ്ലീസ് വെൽക്കം ഓൺ ദ സ്റ്റേജ് സുബി സുരേഷ്. നല്ലൊരു കൈ കൊടുക്കാൻ നമുക്ക്. ഒരുപാട് കുട്ടികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നിരവധി റിയാലിറ്റി ഷോകൾ, ചാനൽ ഷോകൾ ഈ വിവാഹത്തിൽ എത്തിക്കൊണ്ട് നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. സുബി, എന്താണ് ഞങ്ങളുടെ വന്നേരിക്കാരോട് പറയാനുള്ളത്? സുബിക്ക് വന്നേരി അല്ലേ, ഈ വന്നേരി എന്ന സ്ഥലത്ത് വരാൻ സാധിച്ചതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു കല്യാണ പ്രോഗ്രാമിന് വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന നിമിഷങ്ങളാണ്. ഭാഗ്യമാണ്. കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് വീട്ടിലിരുന്ന് ടി വി കണ്ട, ഫ്ലവേഴ്സ് ടി വി കണ്ട കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും സുബി വിവാഹിതയാവാൻ പോകുന്നു ഫെബ്രുവരിയിൽ എന്നുള്ള ശ്രീകണ്ഠൻ നായർ പറയുന്നത്, അല്ലെങ്കിൽ അതിന് സ്ക്രോൾ പോകുന്നത് വീട്ടിൽ നിന്നുള്ള ചിലരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടായിരുന്നോ? അപ്പൊ ഇന്ന് രാത്രി 9 മണി തൊട്ട് ഒരു 10-11 മണി വരെ പോകുന്ന നമ്മുടെ 1 കോടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നിത്തല വെച്ചു കൊടുത്തു. അപ്പൊ ഞാൻ അബദ്ധത്തിലൊരു കഥ പറഞ്ഞതാണ്. അതാണ് ഇപ്പൊ സ്ക്രോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കോളോട് കോളാണ്. ഞാൻ എൻ്റെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കാം. സുബി വിവാഹിതയാകുന്നു. പക്ഷെ അങ്ങനെ സുബി ഇന്നൊരു വിവാഹ ചടങ്ങിന് പോകുന്നു. അത് ശിഷ്യന്റെ സിനിമയുടെ വിവാഹത്തിന് പോകുന്നു എന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ വിവാഹിതയാവുന്നു എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ആലോചിച്ച് കിടക്കുന്ന ഒരാളാണ്. നാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്. വീട്ടുകാർക്ക് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണോ എന്നറിയാൻ പാടില്ല. അങ്ങനെയാണോ? എന്റെ എന്നെ തട്ടണോ? അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞാനഞ്ചന്മാർക്കും അനുജത്തിമാർക്കും
പിന്നെ ഈ എന്താ ബ്രൈഡിൻ്റെയും ഗ്രൂപ്പിൻ്റെയും എല്ലാ റിലേറ്റീവ്സിനും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാർക്കും എൻ്റെ വലിയൊരു നമസ്കാരം. എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമിച്ചേക്കണേ. നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് തന്നെ ആക്രമിക്കരുത്. ആകെ ഒരു അസിസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. ഒന്നും ഓടിപ്പോകാനും പറ്റത്തില്ല ഈ ഉടുപ്പിൻ്റെ കാര്യം കൊണ്ട്. പിന്നെ ഇതൊക്കെ എടുത്ത് വൈറലാക്കാൻ പറ്റുന്ന ക്യാമറ ചേട്ടന്മാരെ ഇത് ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഫ്ലവേഴ്സിന് കൊടുത്തതാ കേട്ടോ. അപ്പൊ അവിടെ വൈറലാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിളിച്ചോട്ടെ. ആ വിളിച്ചോ. നേരത്തെ ഇൻട്രോ പറഞ്ഞ നമുക്ക് ഒരു പഞ്ചിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് കേരളശ്രീ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. കേരളശ്രീ വൈക്കം ഡോക്ടർ വിജയലക്ഷ്മിയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ്. മലയാളത്തിന്റെ വീട് കിട്ടിയ അപൂർവ മുത്താണ്. യെസ്, ബാക്കി നമുക്ക് വിജയലക്ഷ്മി. ബിജു ചന്ദ്രേ വിളിക്കാറുണ്ട്. ഭാഗ്യം പുരുവെന്ന് വിളിക്കാറുണ്ട്. ഇല്ല, വിവാഹിതരായിട്ടില്ല. അത് വെറുതെ ഫ്ലവേഴ്സ് പറഞ്ഞതേ ഉള്ളൂ. വെറുതെ വിവാഹിതരായിട്ടുള്ളവർ. കിഷൻ സിലൂന. നമസ്കാരമുണ്ട് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിവാഹിതരായ കിഷൻ സിലൂന ദമ്പതിമാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ നേരുന്നു, പുതുവത്സരാശംസകൾ നേരുന്നു. വളരെ സന്തോഷമുണ്ട് എനിക്കിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ സാധിക്കുന്നതിന്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. റനീഷ് ഭായിക്കും മനോജേട്ടനും അരുൺ ഭായി പിന്നെ ഓർക്കസ്ട്രയ്ക്കും സുരുവിനും എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രേം പൂജാരിക്കും നന്ദി പറയും. നല്ലവരായ നാട്ടുകാർക്കും നന്ദി. ഓക്കെ, പോയിക്കൊണ്ടിരിക്കുന്നു. ഇച്ചിരി കുശലം ചോദിക്കും എല്ലാവരോടും. എല്ലാവർക്കും പറ എന്നാണ് വിശേഷം. എന്നാണ് വിശേഷം എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നല്ല സുന്ദരമായിട്ട് നല്ല ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് കൊണ്ടിരിക്കുന്നു എല്ലാവരും. കല്യാണം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് ഐശ്വര്യമായിട്ട് കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് നമ്മളെ കൂടി വിളിച്ചിരിക്കുന്നു. ഗുരുവായൂരപ്പന്റെ എല്ലാ അനുഗ്രഹവും അവർക്കുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൂടാതെ ഈ ഒരു പ്രോഗ്രാമിൽ വിളിച്ച് ഈ ഒരു സമയത്ത് നമ്മളെ വിളിച്ചതിന് ഞങ്ങളുടെ അനുഗ്രഹവും ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊരു അവസരം പ്രോഗ്രാമിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ അനുഗ്രഹീത കലാകാരൻ മിസ്റ്റർ മിഥുൻ മണ്ണാർക്കാട്. പ്ലീസ് വെൽക്കം ഓൺ ദ സ്റ്റേജ് മിസ്റ്റർ മിഥുൻ മണ്ണാർക്കാട്. യെസ്, നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല ആങ്കറിംഗ് ആണ്, നടനാണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, സർവോപരി നല്ല മിമിക്രി കലാകാരൻ കൂടിയാണ്. ബാക്കിയുള്ള പേരുകൾ മിഥുൻ തന്നെ പറയും. മിഥുൻ എന്ത് തോന്നുന്നു വന്നേരുന്നപ്പം? ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. റെഡിയാണോ? ഇവിടെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഉപരി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ളത് വൈക്കം വിജയലക്ഷ്മി ചേച്ചിയാണ്. അപ്പൊ അവരുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അല്ലേ? എനിക്ക് തരും. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡിയാണെങ്കിൽ നല്ലൊരു കൈഡി ഉള്ള ആളുകൾ എല്ലാവരും കൈഡി തന്നുകൊണ്ട് നമുക്ക് ഷോയിലേക്ക് പോവാം. നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ വിജയം. ഇത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ പെർഫോം ചെയ്തിട്ടുള്ളൊരു വേദിയാണ്. അതിനുമുമ്പ് തന്നെ ഇന്ന് വിവാഹിതരാകുന്ന രണ്ടുപേർക്കും പ്രത്യേകം വിവാഹ മംഗളാശംസകളും അതുപോലെ തന്നെ ഒരു ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാൻ പറയാം. നമുക്ക് വിജയലക്ഷ്മി വിളിക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടിൽ ഒരു പാട്ട് പാടാൻ വേണ്ടിയാണ് ആദ്യം വിളിക്കുന്നത്. പിന്നെ എല്ലാ പാട്ടും അവർ എവറി സോങ് പ്ലീസ് വെൽക്കം. വെങ്കലമെന്ന ചിത്രത്തിലെ ചിത്രചേച്ച പാടി ഹിറ്റാക്കിയ സൂപ്പർ സോങ്ങിനാണ് അനുഗ്രഹിത കലാകാരി ശബ്ദം നൽകുന്നത്. പ്ലീസ്.
അതെ, ഒരു പാട്ടിൽ അങ്ങനെ നിർത്തിയിട്ട് പോകാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. അതെ. നമ്മുടെ ഹൈലൈറ്റ് ഒരു ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ കാറ്റേ അതെ, കയ്യിൽ ഇച്ചിരി കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കട്ടായി പോയ ഒരു സാധനം ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ വണ്ണം കുറഞ്ഞതിൽ ഒരു ഇച്ചിരി പച്ച വെച്ചിരിക്കുന്നതിനെ കാര്യം ഞാൻ ഒന്ന് ഇവിടെ പോയായിരുന്നു, ഉഗാണ്ട പോയായിരുന്നേ. ഉഗാണ്ട എല്ലാവരും ഒരു തമാശയ്ക്ക് പറയും, ശരിക്കും അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. ഉഗാണ്ട പോയപ്പോഴത്തേക്കും എൻ്റെ വെടിക്കെട്ട് കോമഡി കണ്ടിട്ടാണ് തോന്നുന്നു, ഒരു ഡിട്രോഷി എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ ഡോക്ടർ എനിക്കൊരു ടിപ്പ് പറഞ്ഞു തന്നാണ്. അതുകൊണ്ട് എല്ലാവർക്കും സൗന്ദര്യമൊക്കെ ഉണ്ട്, സൗന്ദര്യം വർദ്ധിക്കാനും പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ കുറയാനും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് വെറുതെ ഒന്നും വേണ്ട, 5
பேசும் மழையே ஓ நனைய வரவா பூவின் இதழாலே புனைய வரவா சாலை நிழல் போலே அலைந்து விடவா மாலை நிலவோடு தொலைந்து விடவா உன் கண்களும் என் பாதமும் பயணம் தீராத தொடரும் கதையாகும் வேரோடு நீரைப் போல ஒன்றோடு ஒன்றாய் சேர விதையாக உன்னில் தொலைந்தேனே. நான் பாடும் ஆரீராரோ நீ இன்றி வேறு யாரோ என் ஜீவன் உன்னால் வாழாதோ எனக்கே எனக்கே இது போதும் போதும். பேசும் மழையே ஓ நனைய வரவா பூவின் இதழாலே புனைய வரவா சாலை நிழல் போலே அலைந்து விடவா மாலை நிலவோடு தொலைந்து விடவா.
ഏതേതോ നാട്ടിലെ തേൻകിളിയേ മാലയക്കുന്നിൽ വീലാടും നേരം ഊരാകെ കാണുവാൻ ഈ വഴി വാ. കനിപ്പാടും വലം വയ്ക്കും കാടച്ചിറകൊരുങ്ങും ഇടത്തെങ്ങോ മഴയ്ക്കൊപ്പം മനസ്സും നനഞ്ഞിറങ്ങാം. അന്തിവാനച്ചോലയിൽ മെയ് മുങ്ങി നീരാടാം. തെല്ലുനേരം തമ്മിലൊന്നായി കുഞ്ഞുകൂടിൽ മിഴിമയങ്ങാം. തൊടാനരികിൽ ഒഴുകി വരുമേ കിനാമഴയിൽ നിൻ കുറുമ്പുകളിൻ മനസ്സിലൊരുവി നിലാക്കുളിരും. ഉള്ളിനുള്ളിൽ മഞ്ഞു വീഴും നല്ല കാലം കാണാൻ വെള്ളിമൈനെ കണ്ണിടാതെ വാ. മുന്നിലാകെ മിന്നിമായും വർണ്ണമേഴും വാങ്ങാൻ നീലി നിന്നും മാറിനില്ലേ വാ. ഹലോ ഹായ് ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്താണ് എല്ലാവരും ഉറങ്ങിപ്പോയോ? കല്യാണത്തിന് വന്നിട്ട് ഉറങ്ങിപ്പോയോ? ആരും ഇവിടെ പറയണേ? ഇവിടെ കുട്ടീസിന് മാത്രമാണല്ലോ നല്ലൊരു എന്താ പറയുക ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇവർ മാത്രമേ ഇരിക്കണേന്ന് എനിക്ക് തോന്നണേ. ഇഷ്ടമായി. അപ്പോൾ വളരെയധികം സന്തോഷം നിങ്ങളുടെ ഈ ഒരു നാട്ടിൽ വരാൻ പറ്റി. അതുപോലെ തന്നെ ഹാപ്പി മാരീഡ് ലൈഫ് ടു യു ബോത്ത്. കാരണം ഞാനിവിടെ വരുമ്പോൾ കുറച്ച് ലേറ്റായി. എല്ലാവരും പറഞ്ഞു ഇവിടെ ഫുൾ ബ്ലോക്കാണ്. അപ്പം ഐ നെവർ ന്യൂ ദാറ്റ് ഇറ്റ്സ് ദിസ് ഗ്രാൻഡ് വെഡിങ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു ലൈഫ് മുന്നോട്ട് പോട്ടെ. ഗോഡ് ബ്ലെസ് യു ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. എല്ലാവരും കല്യാണം അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഐ ഹോപ്പ് ടു സീ യു ഗൈസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. അകനക മുഗനകയേ മുഗനക മുറുനകയേ മുറുനക തരുനകയേ തരുനക വരുനനയേ യാരത് പുന്നകൈ കോർത്തത് யாவிலும் என் மனம் சேர்ப்பது நடைபழகிடும் தொலை அருவிகளே முகில் கொடுத்திடும் மலை முகடுகளே கொடை பிடித்திடும் நெடுமரச்செறிவு பனியுதிர்த்திடும் சிறுமலர் துளியே
പുലമേ